ജസ്ന തിരോധാന കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ CBI സംഘം ചൊവ്വാഴ്ച മുണ്ടക്കയത്തെത്തും. കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മുണ്ടക്കയത്തെ ലോഡ്ജിൽ വെച്ച് ജസ്നയെ കണ്ടെന്ന് പറഞ്ഞ ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ മൊഴി CBI രേഖപ്പെടുത്തും. ഇത് സംബന്ധിച്ച നിർദ്ദേശം ജീവനക്കാരിക്ക് അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട്. ഇന്നു രാവിലെ ഇവരുമായി ഫോണിൽ സംസാരിച്ച CBI സംഘം പ്രാഥമിക വിവരങ്ങളെല്ലാം ശേഖരിച്ചു. ജീവനക്കാരിയുടെ മൊഴിക്ക് എത്രമാത്രം വിശ്വാസ്യതയുണ്ടെന്ന് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ലോഡ്ജ് ഉടമയെയും CBI ചോദ്യം ചെയ്യും. ലോഡ്ജിന്റെ രജിസ്റ്റർ പിടിച്ചെടുത്ത് പരിശോധിക്കാനാണ് നീക്കം. കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മുണ്ടക്കയത്തെ ലോഡ്ജിൽ വെച്ച് ജസ്നയെ കണ്ടെന്ന കഴിഞ്ഞ ദിവസമാണ് ലോഡ്ജിലെ മുൻ ജീവനക്കാരി വെളിപ്പെടുത്തിയത്. ലോഡ്ജിൽ വെച്ച് കണ്ടത് ജസ്നയാണെന്ന് മനസ്സിലായത് പിന്നീട് പത്രത്തിൽ ഫോട്ടോ കണ്ടപ്പോഴാണെന്നും ലോഡ്ജ് ഉടമയുടെ ഭീഷണിയെ തുടർന്നാണ് ഇക്കാര്യം അന്ന് വെളിപ്പെടുത്താതിരുന്നതുമെന്നാണ് ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അന്ന് ലോഡ്ജിൽ ഒരു പയ്യൻ ജസ്നയ്ക്കൊപ്പം ഉണ്ടായിരുന്നതായും 3-4 മണിക്കൂർ ഇവർ അവിടെ ചെലവഴിച്ചെന്നും ജീവനക്കാരി പറഞ്ഞു. അതേസമയം മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തലും ആരോപണവും തെറ്റാണെന്നും തന്നോടുള്ള വ്യക്തിവൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്നുമായിരുന്നു ലോഡ്ജ് ഉടമയുടെ പ്രതികരണം. അതേസമയം ലോഡ്ജ് ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ ജസ്നയുടെ പിതാവ് ജെയിംസും തള്ളിയിരുന്നു. അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും കേസിൽ CBI കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും ജസ്നയുടെ പിതാവ് ജെയിംസ് പറഞ്ഞു.